അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ മകൻ കൊടുത്തയച്ച ആ ക്യാഷ് മുഴുവൻ മരുമകളെടുത്ത് ഷെൽഫിൽ വച്ചൊരുക്കുന്നു. ഉസ്താദിൻ്റെ ഉമ്മക്ക് വല്ലാത്ത വിഷമാണ് ഉണ്ടായത്. റബ്ബേ, എൻ്റെ കുട്ടിയെ എനിക്ക് വേണ്ടില്ലായിരുന്നു, ഓൻ്റെ ഉസ്താദിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് സങ്കടമായത്. സാരല്ല, മോൻ അറിയിക്കണ്ട. ഇനി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഉസ്താദിന് കൊടുത്തേക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ ഉമ്മ അതാ സക്കീർ ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ മോനെ. ആ ഉമ്മ പറഞ്ഞോളൂ, എന്താവശ്യമുണ്ടേ വിളിച്ചോളൂ. എന്തേ വിളിച്ചത്? എന്തുമ്മ പറയും. മോനെ, നിങ്ങൾ ഉസ്താദിന് മോനെ അയച്ച ക്യാഷൊന്ന് കുറച്ച് കൊടുക്കാനായിരുന്നു. ഞാൻ അത് ഒരു 2000 രൂപ എൻ്റെ കുട്ടി കൊടുത്തോളൂ. ഞാനത് എനിക്ക് അയച്ചു തരാനൊന്നും പറ്റൂല, എന്നാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനത് കയ്യിൽ തരാം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന്. ഉമ്മ കുഴപ്പമില്ല, അത് ഞാൻ കൊടുത്തോളാം കേട്ടോ. മോനെ, എന്തായാലും അത് വാങ്ങണം കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ തരാൻ മറന്നുപോയി. ആ ഉമ്മ കുഴപ്പമില്ല ഇൻഷാ അല്ലാ, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അങ്ങനെ അതാ ക്യാഷുമായി സക്കീർ ഉസ്താദിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. ഉസ്താദേ, അസ്സലാമു അലൈക്കും, എങ്ങനെയുണ്ട് മോനെ? വഅലൈക്കും അസ്സലാം. സക്കീർ ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ അതാ ഉസ്താദ് കരയുകയാണ്. എന്ത് ഉസ്താദ് കരയണത്? മോനെ, ഷെഫീഖിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞതാണ്. ഉസ്താദ്, അതൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. സമ്മാനം എന്താ കുട്ടിയത്? ഒന്നുമല്ലാതെ കുറച്ച് ക്യാഷ്. അത് ഓൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടേ ഓൻ്റെ ഉമ്മ തരാൻ വേണ്ടി പറഞ്ഞതാണ്. പഠിച്ചോനെ, മാഷാ അല്ലാ, കുട്ടിക്ക് ശമ്പളം കിട്ടാനായിട്ടില്ലല്ലോ, ഒരാഴ്ച പോലും തികയാതെ. ഇതിപ്പോൾ എങ്ങനെ? അത് എന്തായാലും അയച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. എൻ്റെ പൊന്നു ശിഷ്യൻ അയച്ച ആ ഒരു ക്യാഷ്, അത് എത്തീം കുട്ടികൾക്ക് വേണ്ടി ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. പാവപ്പെട്ട എത്തീം മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോനയച്ച ആ ഒരു ക്യാഷ്, അതുകൊണ്ട് അവനക്ക് പഠിച്ച റബ്ബ് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിന് നേരെ നീട്ടിയ ആ ഒരു ക്യാഷ് അതപ്പോൾ തന്നെ അദ്ദേഹം മാറ്റിവെക്കുന്നു. ശരിക്കും സക്കീർ ഉസ്താദ് അത്ഭുതപ്പെട്ടു. ക്യാഷ് കിട്ടുമ്പോൾ ആരെങ്കിലും ഒന്നായിട്ട് അങ്ങനെയൊക്കെ എന്തായാലും ഉസ്താദിന് അതൊരു സന്തോഷമായിരിക്കും. മോനെ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സക്കീർ ഉസ്താദിനോട് ചോദിക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? സുഖമാണോ? മോൻ പോവാറുണ്ടോ? ഇടയ്ക്കൊന്ന് പോയിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരണേ, അവിടെ ആരുമില്ലാത്തതാണ്, ഒരാൺതരി പോലും. ഉസ്താദേ, ഞാൻ പോയിരുന്നു. മോനെ, ഇടയ്ക്കൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചറിയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഉസ്താദ് പറയുന്നു. ശരിക്കും തൻ്റെ മകനെ പോലെയാണ് ഉസ്താദ് സ്നേഹിക്കുന്നത്. ഉസ്താദ് പോയതിൽ പിന്നെ അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യും. ഇപ്പോൾ സക്കീർ ഉസ്താദിൻ്റെ കൂടെ ഷെഫി ഉസ്താദിനെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പറയും, എന്തായിരുന്നു അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇപ്പം ആരുമില്ലാതെ സക്കീർ ഉസ്താദ് ഒറ്റയ്ക്ക്. എങ്കിലും തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി സക്കീർ ഉസ്താദ് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹ് ഓൻ്റെ ബുദ്ധിമുട്ടുകൾ തീർത്ത് നല്ല രീതിയിൽ അവർക്ക് നാട്ടിൽ വന്ന് ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നീ നൽകല്ല. എന്നാൽ ഈ സമയം അതാ ഗൾഫിൽ ഉസ്താദ് ഡ്രൈവിങ്ങിന് പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അതാ ഒരാൾ കടന്നു വരുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ തമ്മിൽ വല്ലാതെ ഒന്നും കൂടുതലായിട്ട് കണ്ടിട്ടില്ല. വലൈക്കും അസ്സലാം. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി മോനെ ഞാൻ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാണ്. അതായത് എനിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ലല്ലോ. അതായത് ഇവിടുത്തെ അത്രക്കും ഹൈ ലെവൽ ഹൈവേ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കെ നടക്കുള്ളൂ. മോനെ, പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അറബി വീട്ടിൽ ഹൗസ് ഡ്രൈവർ ആണെങ്കിൽ ഇവരെങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എവിടെ കാണണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ല കേട്ടോ, കൂടുതലായിട്ട് രാത്രിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ
അത്യാവശ്യമായിട്ട് പകൽ പോകേണ്ട സിറ്റുവേഷനും വരും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെ തന്നെ ടെസ്റ്റിലൊക്കെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ പോകുമ്പോഴേക്കും മോനെ ഇവിടെ നിന്ന് ക്ലിയർ ആക്കണം. അതാണ് അറബി എന്നോട് പറഞ്ഞ ആ ഡ്യൂട്ടി, അതായത് നിന്നെ ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദിനെ ആകപ്പാടെ ഒരു ടെൻഷനായി. പഠിച്ചവൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇക്ക നാട്ടിലേക്ക് പോവുക, പിന്നെ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കും എനിക്കറിയുന്നില്ല. അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ല. നാട്ടിലോടിക്കും, പക്ഷെ നാട് പോലല്ലോ ഇവിടെ. ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നൊക്കെ ഉണ്ട്. ഇനി ടെസ്റ്റാണ്, അവിടെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ടെസ്റ്റിനാണ് ഇവിടെ ഭയങ്കര പ്രശ്നം. എന്തൊക്കെ തന്നെയാലും ശ്രമിക്കുക. 2, 3, 4 വട്ടം ചിലപ്പോൾ വേണ്ടി വരും. അതിലൊക്കെ ജയിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും അത് പെട്ടെന്ന് കിട്ടുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. പിന്നെ മോനെ നല്ല ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതായത് നമ്മളിപ്പോൾ നമ്മളെ വാഹനത്തിൽ ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കൂടുതലായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ഒന്നുമില്ലാതെ നല്ല സൂക്ഷ്മതയോട് കൂടി നമ്മൾ നല്ല അച്ചടക്കത്തോടു കൂടി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ പിന്നെ എന്താ പറയുക, നിനക്ക് എന്താണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അത് ചില അറബി വീടുകളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ വാരിക്കോരി തരും എന്നുള്ളതാണ്. അപ്പോൾ നിനക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇവിടെ നിന്നാൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നീ നല്ല രീതിയിൽ നിൻ്റെ സ്വഭാവം കാര്യങ്ങളും ഒക്കെ ഒന്ന് അവരോട് പെരുമാറുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ടൊരു നല്ല കെയർ ഉള്ള രീതിയിലൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ഓക്കെ. വല്ലപ്പോഴും ഫിലിപ്പീൻസ് പെണ്ണ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ട് പോകും. ഇപ്പോൾ ഡ്രൈവറെ ഇതൊക്കെ വന്ന് പറഞ്ഞു. ഉസ്താദിനെ പഠിച്ചോനെ അല്ലാ തവക്കൽത്തു അലല്ലാ, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിത്തീരും എനിക്കറിയുന്നില്ല. ഒരിക്കൽ ടെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് അത് വിജയിക്കാൻ വലിയ പ്രയാസമാണ്. എന്തായാലും വേണ്ടില്ല, ഇൻഷാ അല്ലാ തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ചെയ്യണം, എല്ലാം നേടിയെടുക്കണം. എൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം, എൻ്റെ ഭാര്യയെ, ഉമ്മയെ, ഉസ്താദിനെ, എല്ലാവർക്കും എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഉസ്താദ് തീരുമാനിക്കുന്നത്. ഒരു നിമിഷം ഉസ്താദ് കരുതുന്നു, പഠിച്ചോനെ ഇവിടെ ഏതെങ്കിലും മലയാളീസ് കുട്ടികളൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ അവരൊന്ന് എനിക്ക് വേണമെങ്കിൽ ട്യൂഷൻ എടുക്കാൻ, മദ്രസ വിഷയങ്ങൾ ഓൺലൈനായി പഠിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നേരിട്ടൊരു ഉസ്താദിൻ്റെ മുമ്പിൽ വന്ന് ഇരുന്ന് പഠിക്കുന്ന പോലുള്ള ഒരു രീതി പഠിച്ചോനെ അങ്ങനെ ഒഴിവ് സമയത്ത് അങ്ങനെ എന്തെങ്കിലും നോക്കിയാലോ. ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ബുദ്ധി തെളിഞ്ഞു വരുന്നു. അല്ലാതെ ഇപ്പോൾ വെറുതെ ഈ റൂമിലിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്. പക്ഷേ തൻ്റെ ഇഷ്ടത്തിന് വേണ്ട അറബിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ടാക്കാം. എന്തായാലും വേണ്ടില്ല, തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന അറബിയല്ലേ. അങ്ങനെ അന്ന് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് അറബിയുടെ കൂടെ പോകുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നു, അർബ പറയൂ. പിന്നെ ഞാൻ ഇവിടെ വെച്ച് റൂമിൽ വെച്ച് ഓൺലൈൻ ക്ലാസ് എടുത്തോട്ടെ, മദ്രസ ഇസ്ലാമിക് സ്റ്റഡീസ്. മാഷാ അല്ലാ, അത് നിനക്കറിയുമോ എന്നുള്ള രീതിയിൽ അറബി ചോദിക്കുന്നു. അറിയാം, കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് ഉത്തരം പറയുന്നു. ഉസ്താദിന് അതിനുള്ള ലാപ്ടോപ്പ് കാര്യങ്ങൾ അതൊക്കെ വേണം. എങ്കിലും കുഴപ്പമില്ല, ഫോണിലായാലും കുഴപ്പമില്ല, എല്ലായിടത്തും വൈഫൈ ഉണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ തന്നെയായാലും 1-2 കുട്ടികളെങ്കിലും പഠിപ്പിക്കണം. അതായത് തൻ്റെ ആ ഒരു ഓർമ്മ അതെനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല. അന്ന് ഉസ്താദ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യുന്നു. ടെസ്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഉസ്താദ് നേരത്തെ അറബിയോട് പറഞ്ഞ ആ ഒരു കാര്യം അതായിരുന്നു ഉസ്താദിൻ്റെ മനസ്സിൽ. പഠിച്ചോനെ മതപഠനം, ഇസ്ലാമിക പഠനങ്ങൾ അത് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ അറബിയും ഉസ്താദും വീട്ടിലെത്തുന്നു. അറബി അത് കഴിഞ്ഞ് എങ്ങോട്ടോ പോകുന്നു. അറബിയോട് ചോദിച്ചത് അത് മോശമായിപ്പോയോ തെറ്റായിപ്പോയോ എനിക്കറിയുന്നില്ല, എങ്കിലും കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണല്ലോ ധരിച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ റൂമിൻ്റെ വാതിലിൽ മുട്ട് കേൾക്കുന്നു. യാ ഷഫീഖ്. ഉസ്താദ് പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. അർബ. ഷഫീഖ് ഒരു ബോക്സ് എടുത്തു കൊണ്ടുവന്ന് ഷഫീഖിൻ്റെ റൂമിലെ ഡൈനിങ് ടേബിളിൽ വെക്കുന്നു. ഇത് ലാപ്ടോപ്പാണ്, നിനക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ
എന്ത് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം, ഇതിൽ വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടാൽ മതി, ബാക്കി നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അറബിക്കും തന്നെ ഇസ്ലാമിക പഠനം അല്ലെങ്കിൽ മദ്രസ ഇസ്ലാമിക് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെ അതാ ഉസ്താദിന് കുറച്ച് കുട്ടികൾ പെട്ടെന്ന് തന്നെ കിട്ടി. തൻ്റെ ഫ്രണ്ട്സ് മുഖേനയാണ് കിട്ടിയത്. ഉസ്താദ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നീ എനിക്ക് മുന്നിലേക്ക് തരികയാണല്ലോ. ഞാൻ ആഗ്രഹിച്ച ആ ഒരു ക്യാഷ് എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ അത് അപ്പക്കപ്പം കിട്ടി. ഇപ്പോഴിതാ റഹ്മാനെ, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നീ എനിക്ക് നൽകുന്നുണ്ടല്ലോ അല്ലാ. ആ ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് അതാ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.